റോയൽ റൂട്ട് 101 ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ടൗണിലാണ്. അപ്പോഴേ ഞാൻ തൃശ്ശൂർ വന്നപ്പോഴേ ഒരു കടയിൽ ചോദിച്ചു, നമ്മുടെ കോഴിക്കോട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് ഹലുവ, കോഴിക്കോട് ബിരിയാണി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോഴേ ഈ എന്താണ് തൃശ്ശൂരിലെ എന്താ ക്വാളിറ്റി, എന്താണ് പ്രത്യേകത, എന്ത് സാധനമാണ് കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ ചിപ്സ് നല്ല പ്രത്യേകതയാണ്. ഇവിടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കോഴിക്കോട് ബിരിയാണി എന്ന പോലെ ചിപ്സിനാണ് തൃശ്ശൂർ പ്രത്യേകത എന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് ആ കടയിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമുക്ക് വാങ്ങാം. ഇതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സ്ഥലമാണിത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി നമുക്കിവിടെ ഒരു ചിപ്സ് കടയിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ചോദിക്കാം. ജസ്റ്റ് ഒരു കുഴപ്പമില്ലല്ലോ. ഹലോ, അപ്പോൾ എങ്ങനെയാണ് ഈ ചിപ്സിൻ്റെ വില ഇവിടെ? 1 kgക്കോ? അതെയാ, സൺഫ്ലവർ ഓയിൽ. അപ്പോഴിത് നാടൻ കായാണോ അതോ നിങ്ങൾ വയനാട്ടിൽ നിന്നൊക്കെ വരുന്ന തമിഴ്നാട് കായാണോ, എന്താണ്? നാണിച്ചിരിക്കുന്ന പറയുക, കാര്യം പറ. പറഞ്ഞോളൂ, വാ പറയട്ടെ. അത് അങ്ങനെയൊക്കെ ഫേമസ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടോ? അത് ശരി, ഇപ്പോൾ നോക്കട്ടെ എന്ന്. ഹലോ സാർ, നമസ്കാരം. സാറേ, ചിപ്സിന് എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് കാണാം. അത് ശരി. അപ്പുറത്ത് ചോദിച്ചപ്പോൾ 280 രൂപ എന്ന് പറഞ്ഞു. 100 രൂപയുടെ മാർജിൻ എന്താണ്? അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ശരി. കോക്കനട്ട്. അപ്പുറത്ത് അവർ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കടയിലേക്ക് അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അശ്വതി ഓർ ചിപ്സ് അന്വേഷിച്ചു? 350 1 kg 350 അല്ലേ? 360. ഓക്കെ. ബസ്സൊക്കെ വരുന്നുണ്ട്. അപ്പോഴേ നിങ്ങൾ തന്നെ വന്നാൽ മതി. ഒരു ഹാഫ് kg ചിപ്സ്. ഞാൻ ആദ്യം ഈ കടയിലാണ് വന്നത്. പിള്ളേർക്ക് നാണോ എന്നെ അപ്പുറത്തോട്ട് പറഞ്ഞു പോയിട്ട് ഒരു ക്യാമറ കണ്ടപ്പോൾ ഇപ്പോൾ 2 പേർക്ക് മൊത്തത്തിൽ സൺഫ്ലവർ ഓയിൽ. അത് കോക്കനട്ട് ഓയിൽ എന്നാണ് പറഞ്ഞത്. 160 രൂപയുടെ വ്യത്യാസം. ഓ, അങ്ങനെ ഉണ്ടല്ലേ? സെയിമാ? അത് ശരി. അപ്പോൾ ഏതാണോ വേണ്ടേ പറ. വെളിച്ചെണ്ണ വേണോ, സൺഫ്ലവർ ഓയിൽ വേണോ? രണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കും. 360 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 250 110 രൂപയുടെ വ്യത്യാസം പെർ kg അല്ലേ? ഹലോ, ഇങ്ങോട്ട് നോക്ക്. ശരിയല്ലേ? ഇവിടുത്തെ ആരാ ബോസ്, ആരാ മാനേജറെ? അദ്ദേഹമാണോ? പോയിരിക്കുന്നോ? ശരി, ആയിക്കോട്ടെ. ഇത് കോഴിക്കോട് നിന്ന് വരുന്നതാണോ ഇത്, അതോ നിങ്ങളിവിടെ ഉണ്ടാക്കുന്നതാണോ? അല്ലേ? പോരെ, മതിയോ? അപ്പോൾ 1 kg വേണോ? 100 പറഞ്ഞു. 1/2 കിലോയ്ക്ക്. 1/2 കിലോയ്ക്ക് ഇല്ല. ഇത് വാങ്ങിക്കാനോ? വാങ്ങി. അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് ചിപ്സ്, ഒരു ശകല അലുവ ഒക്കെ മാറ്റി. നിങ്ങൾ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്തത്, അത് വാങ്ങിയതൊക്കെ കണ്ടല്ലോ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കി, അത് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സമയം കാലം ഉണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. അപ്പോഴതിൻ്റെ വില ചോദിച്ചു. വിലയിൽ വലിയ വ്യത്യാസമില്ല. രണ്ടിടത്തും ഒരേ വിലയാണ് ഒരേ സാധനത്തിന്. ആ എണ്ണയിൽ വറക്കുന്നതിൻ്റെ മാത്രം വ്യത്യാസങ്ങളുണ്ട്. കാര്യം വെളിച്ചെണ്ണയ്ക്കും പാം ഓയിലിനും 2 വിലയാണ് അവർ ഈടാക്കുന്നത്. ചിപ്സിന് 110 രൂപയുടെ വ്യത്യാസമുണ്ട് kg. അപ്പോഴതങ്ങനെ നമ്മൾ അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ നമുക്ക് നോക്കാം. ആ ട്രെയിനിൻ്റെ സമയം കാര്യങ്ങളുമൊക്കെ നമുക്ക് വീട്ടിലെത്തുന്നതിനായിട്ടുള്ള ശ്രമത്തിലാണ് ഇനി. 9-5 त्रिचूर शोरनोर एक्सप्रेस स्पेशल त्रिचूर स्टेशन प्लेटफॉर्म नंबर 4 पर खड़ी है. Your attention please. Train number 06495 त्रिचूर. അങ്ങനെ നമ്മൾ പാലരുവി എക്സ്പ്രസ്സിന് വേണ്ടി നോക്കി നിൽക്കുകയാണ്. ഏതാണ്ട് അതിൻ്റെ സമയമായിരിക്കുകയാണ്. 5:15 എക്സാക്ട്ലി എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ.
ഇത് ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അതിൽ കുറച്ച് പാസഞ്ചേഴ്സും ഉണ്ട്. നമുക്ക് അതിൽ ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിക്കാം അടുത്ത ഭരണം നമുക്ക് ആർക്ക് കിട്ടും എന്നുള്ളത്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണല്ലോ പറയുക. നമുക്കൊരാൾ തയ്യാറായി വന്നിട്ടുണ്ട്. ജസ്റ്റ് അഭിപ്രായം ചോദിക്കാം. അടുത്ത ഭരണം ആർക്കായിരിക്കും കിട്ടുക? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? വിജയ സാധ്യത ആർക്ക്? ആം ആദ്മി പാർട്ടി മാത്രമേ കേരളത്തിൽ ജയിച്ച കാര്യമുള്ളൂ. അത് ഞാനും അത് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ അത് അങ്ങനെ വരുമോ എന്നുള്ളതാണ് ചോദ്യം. വരണമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കും. നിങ്ങളെപ്പോലെ പലരും അല്ലെ എന്നെപ്പോലെ പലരും നാം ചിന്തിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അത് നടക്കാൻ സാധ്യതയുള്ളൂ. അല്ലേ? കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും നടക്കണമെങ്കിൽ നമ്മുടെ വരും ഭാവി രക്ഷപ്പെടുകയുള്ളൂ. അതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ഭരണം കൂടെ വന്നു കഴിയുമ്പോൾ തുടർ ഭരണം വന്നു കഴിയുമ്പോൾ എന്താകും, എങ്ങനെയാകുമെന്ന് ഒന്നും സങ്കല്പിക്കാൻ പോലും വയ്യ. അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കും 1-2 പേര് കാണും അവരെ കൊണ്ടാവില്ല. പിന്നെ ഇത് കോൺഗ്രസ്സിന് ഇത് സാധ്യതയെന്നും കുറേ പേര് ട്രോളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. അതുണ്ടാകും. ഒരുപക്ഷെ 1-2 ആളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ അതല്ല, അതുകൊണ്ട് പൊതുജനം മുഴുവൻ മടുത്തു എല്ലാവരെയും കൊണ്ട്. ഇത് ഇപ്പോഴേ വാറ്റ്, സെസ്, പിന്നെ എന്താ പറയുന്നത്, ഇത് എന്തുമാത്രം ഓമന പേരുകൾ ഓരോന്നും ചെയ്ത് ഇവിടെ എന്തുമാത്രം പൈസ ജനങ്ങളിൽ നിന്നും പിടുങ്ങുന്നുണ്ട്. അല്ലേ? ആലോചിച്ച് നോക്കിയേ. ടാക്സ് ബുദ്ധിമുട്ടായി. പൊറുതിമുട്ടുകയാണ്. അപ്പോൾ മനുഷ്യനത് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അല്ലേ? കേരളത്തിലെ യൂത്ത് എന്ന് പറയുന്ന യൂത്തില്ല, എല്ലാവരും വെളിയിൽ പോയി പഠിക്കുന്നു. അതെ, ഇവിടുത്തെ ആ ഒരു സാഹചര്യം അങ്ങനെ ആയിത്തീരുന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ 90% യൂത്താണെങ്കിലും പോകുന്നതെല്ലാം എബ്രോഡ് കൺട്രിയിൽ. കേരളം രക്ഷപ്പെടില്ല. എല്ലാവരും അത് തന്നെയാണ് പറയുക. എല്ലാവരും ഉറക്കത്തില്ല. അല്ലെങ്കിൽ ഓരോരുത്തരോടും നമുക്ക് കമൻറ്റ് ചോദിക്കാനും സാരമില്ല. താങ്ക് യു സോ മച്ച്. അദ്ദേഹം ഉറങ്ങുവാണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ 2024 ചൂടായിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു നല്ല ഒരു ടൈമാണിപ്പോൾ. നല്ല ചൂടേറി നിൽക്കുന്ന ഒരു സമയമാണിപ്പോഴേ. നമുക്ക് ഏതാണ്ട് 7.5 പതിറ്റാണ്ട് കാലമായി നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിൽ ഈ കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നുള്ളത് നമുക്ക് അത്യാവശ്യം കുറച്ച് ജനങ്ങളോട് ചോദിച്ചറിയാം. നമ്മളിപ്പോഴേ പുനലൂർ തൂക്കുപാലത്തിൻ്റെ സമീപത്തായിട്ട് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ അക്കരെ ഇറങ്ങി അവിടെ നിന്ന് നടന്ന് ഈ പാലത്തിൽ കൂടെ വന്ന് നമ്മൾ ഈ TV ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ നമ്മുടെ ഒരു ഓട്ടോ സ്റ്റാൻഡാണിത്. ഞാൻ ഏത് കാര്യങ്ങൾക്കും ആദ്യം നമ്മുടെ ഈ ഓട്ടോ സഹോദരന്മാരെ, കാര്യം അവരാണ് ഇവിടുത്തെ എല്ലാ പൾസും, നാടിൻ്റെ എല്ലാ പൾസും ആദ്യം അറിയുന്നത് അവരാണ്. അപ്പോൾ ഞാൻ ചേട്ടാ ചോദിക്കട്ടെ എന്ന്, ഇപ്പോഴേ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇനിയും ഈ കേരളത്തിൽ ആര് വരും, ഭരണം ആർക്ക് കിട്ടും എന്നുള്ളതൊന്ന് പ്രവചിക്കാൻ പറ്റുമോ? നിങ്ങളൊരു ഇത് പറഞ്ഞാൽ മതി, ഒരു ഊഹം ബസ്. അതാണ് ചോദിക്കുന്നത്. ഇടതുപക്ഷമേ ജയിക്കത്തുള്ളൂ. അങ്ങനെയാണ്. അതെന്താ ഞങ്ങൾ തീർത്തു പറയാൻ കാര്യം? കൊണ്ട് ഈ ഇടതുപക്ഷക്കാർ താൽക്കാലിക ആൾക്കാരെ താൽക്കാലികം ത്രിവണിയിലായാലും എല്ലാം താൽക്കാലിക ആൾക്കാരെ ജോലി ചെയ്യിപ്പിക്കുക. അവരുടെ കുടുംബത്തിന് വോട്ട് കിട്ടും. ഒരാൾക്ക് ജോലി കൊടുത്താൽ ഓ അങ്ങനെ. അത് ഞാൻ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അത് തന്നെയല്ല, ഈ സാധാരണക്കാരൻ്റെ മക്കൾക്കൊന്നും ജോലിയില്ല, PC വിളിക്കുന്നില്ല. എന്തായിട്ട് വിളിക്കാൻ ഇതുകൊണ്ടാ ഒറ്റ കാര്യം കൊണ്ട് അവർ ജയിക്കുന്നത്. ഇപ്പം തന്നെ ഗവൺമെൻറ് ആശുപത്രി ആയാലും ത്രിവേണി ആയാലും എല്ലാം ഇത് തന്നെ. ഗവൺമെൻറ് ആശുപത്രി പോയി അതിൻ്റെ കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിടയ്ക്ക് കോട്ടയം മെഡിക്കലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറെ അറിയാതെ അവർക്ക് പറ്റി കോട്ടയം മെഡിക്കലുള്ള ഒരു ഡോക്ടറൊക്കെ ചോദിച്ചാൽ ഇവിടുത്തെ ആശുപത്രി എങ്ങനെ ഉണ്ടെന്ന്. അതെ, നമ്മളൊക്കെ അറിയാതെ ആ ഡോക്ടർമാർക്ക് പറയുന്ന ഒരു പാരസെറ്റമോൾ പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് വാങ്ങിക്കണമെന്നുള്ളതാണ്. ഞാൻ പനിയായിട്ട് അവിടെ ചെന്നതിനൊക്കെ എനിക്ക് പനിയായിട്ടില്ല. ഞാൻ മോക്ക് ഇപ്പം ഈ കഴിഞ്ഞ മാസം ഒരു 1.5 മാസമായുള്ളൂ. മോക്ക് SAT പോയി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കോലത്തിൽ പോയി അസുഖം കണ്ടുപിടിച്ചു. SAT പോയി ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ് ഇവിടെ വന്ന ഒരു ഡോക്ടർ വൈകിട്ട് ഡോക്ടറെ ചോദിച്ചിട്ട് ആ ഡോക്ടർ എന്ന് പറയുന്നത് എൻ്റെ മെഡിക്കൽ വെച്ചിട്ട് വന്നതാണ്. ആ മരുന്ന് എന്തെടുത്ത് എഴുതിയ മരുന്ന് ഇതാണെന്ന് നോക്കാൻ കൊണ്ട് ആ ഡോക്ടറെ കാണിച്ചത് പറയാം. എൻ്റെ മെഡിക്കൽ തന്നെ പറഞ്ഞതിന് അത് വേറെ എവിടെ കൊണ്ട് കാണിക്കും. ആ സൈസ് അത് ഇവരെ പിടിച്ചൊക്കെ SAT കൊണ്ടുപോകണം. അവിടെ ചെന്നാൽ ഡെയിലി അവിടെ എവിടെയെങ്കിലും തല്ലൊക്കെ വാങ്ങിക്കുന്നുണ്ട്. കാര്യം ശരിയാണ്. കാര്യം ഇവരുടെ ആ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്. ചെറുപ്പക്കാരി എപ്പോൾ കയറിയതാ
പോവും ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ആണായാലും പെണ്ണായാലും അഹങ്കാരം. അതേസമയം എസ് ചെന്ന് ആ ഡോക്ടർമാരെ ചെന്ന് ഒരു പേഷ്യൻ്റ് ചെന്നാൽ അസുഖം അവിടെ അവരുടെ ആ പോസ്റ്റിന്റെ അഹങ്കാരമായിരിക്കാം. മോനെ മക്കളെ എടാ പോടാന്നൊക്കെ അവിടെ വിളി കേൾക്കുമ്പോഴൊരു അസുഖം മാറും. ഇവിടെ ഒന്നുമല്ല, എനിക്ക് അനുഭവമാണ്. അതെ, ബ്രദറിന്റെ പേരെന്താണ്? രാജു. രാജു. എവിടെ താമസിക്കുന്നേ? കോമളംകുന്ന്. ഇവിടെ ആട്ടോ എത്ര കാലമായിട്ട് ഓടിക്കുന്നത്? 6 വർഷം ഉണ്ടോ? ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഓട്ടോ കാര്യങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ ഞാൻ പാർട്ടി നോക്കരുത്. നമ്മൾ പാർട്ടി ഞാൻ നോക്കുന്നില്ല. പാർട്ടി നോക്കാൻ നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കേണ്ടത്. സുരേഷ് ഗോപി തൃശ്ശൂർ യെസ് ജയിക്കണം. ഇവിടെ പ്രേമേന്ദ്രൻ ജയിക്കണം. പ്രേമേന്ദ്രൻ കൊല്ലം ജില്ല. നമ്മുടെ ഞാൻ ഉറുന്നുകാരനാണ്. എൻ്റെ താമസം. മുകേഷ് ഒന്നും പോരാ. മുകേഷ് കഴിഞ്ഞ എന്തോ പല രീതിയിലുള്ള ഇതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ളത്. ആളിനെ നോക്കി വോട്ട് ചെയ്യണം. പാർട്ടി നോക്കരുത്. സഹോദര പറയുന്ന കേട്ടാണ്, നമ്മൾ പാർട്ടി നോക്കി വോട്ട് ചെയ്യരുത്. ആര് നല്ലത് ചെയ്യുന്ന അഭിപ്രായം അവരെ ചെയ്യുക. ഇനിയിപ്പോൾ ഈ ലെഫ്റ്റ് റൈറ്റ് ഏതവന് ചെയ്താലും കണക്കാം. ഇപ്പം തന്നെ ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാധ്യത, കേരളത്തിനുള്ള ബാധ്യത തീരാൻ പോകുന്നില്ല. അതേ രീതിയിൽ കടവാക്കിയിട്ടിരിക്കുകയാണ്. അവൻ്റെ നവകേരളവും കേരളീയവും സദസ്സോ എന്തോ അല്ലേ? നവകേരള സദസ്സ് എത്ര കോടിയാണ് അപ്പോൾ വിറ്റൊഴിച്ചത് മനസ്സിലാകുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരോട് പറയാനാണ്? കുടുംബങ്ങൾ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യങ്ങളുമില്ല. നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയങ്ങൾ ഒത്തിരി വൈകിയിരിക്കുന്നു. അതാണ് വേണ്ടത്. നമ്പർ മുമ്പുണ്ടായി. ഇപ്പം നമ്മൾ ബംഗാളിന് പുറകില്ല. നമ്മുടെ ആ ഒരു ബാധ്യത നോക്കിക്കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞതേ അപ്പോഴേ പെട്ടെന്ന് ചിന്നിച്ചെതറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റു പാർട്ടികളാണ്. ഈ LDF എന്ന് പറയുന്നത് അരക്കുട്ടുറപ്പിച്ച പോലാണ് അവരുടെ ആ ഈ ബോൾഡ് ഡിസിഷനാണ്. തീരുമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര അവരെ പെട്ടെന്ന് സ്ലിപ്പ് ആവത്തില്ല. അതാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഇവരുടെ പൈസ സ്വാധീനം. കോൺഗ്രസ് തന്നെ BJP തന്നെ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. ഇലക്ഷൻ വരെ തന്നെ കുറച്ച് കാശ് കിട്ടുമല്ലോ, ആദ്യം ചിലവാക്കപ്പെടും. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല. ഈ ഇലക്ഷൻ വരുമ്പോൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോഴേ മാറി ചിന്തിക്കുക. ആര് നല്ലത് അവർക്ക് അവരുടെ പുറകെ നമ്മൾ പോയി അവരെ സപ്പോർട്ട് ചെയ്യുക. അതെ. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു അറിവിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ സാബു EM ജേക്കബ് എന്ന് പറയുന്ന ആ വ്യക്തി, അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറച്ച് ആൾക്കാരുണ്ട്. നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആൾക്കാരെയാണ് അവൻ്റെ കൂട്ടത്തിൽ നിർത്തിയിരിക്കുന്നത്. അറിയോ സാബു M ജേക്കബ്? ഒരു പിണറായിയും അദ്ദേഹവുമായിട്ട് വലിയ ശത്രുതയില്ല. എങ്കിൽ തന്നെയും അയാൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് കയറുന്നതിനായിട്ട്. അയാൾക്കിപ്പോഴേ ചാലക്കുടി, എറണാകുളം 2 MP-മാർക്കുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട്. ശേഷം കിഴക്കമ്പലത്തെ ആ പഞ്ചായത്തിൻ്റെ കാര്യം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. കേരളത്തിൽ ഇങ്ങനൊരു പഞ്ചായത്തുണ്ടോയെന്ന്. കാര്യം അവർ അതേ രീതിയിൽ അതിനെ ഭദ്രമാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ മീഡിയ നോക്കിയാൽ മതി, നമുക്ക് ഏറെക്കുറെ സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞത്. അതെ, ഞാൻ നമ്മുടെ ഒത്തിരി ആട്ടോ സഹോദരന്മാരെ വിളിച്ചു നോക്കി. എല്ലാവരും ഇത് മടുത്തിരിക്കുകയാണ്. മൊത്തം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ, ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും മടുത്തിരിക്കുക. ആർക്കും ഒരു അഭിപ്രായം പറയാനില്ല എന്നുള്ളതാണ്. വോട്ടിടാനേ പോകുന്നില്ല എന്നുള്ളതാണ് മിക്ക ജനങ്ങളും പറയുന്നത്. അല്ല, ആ ഒരു സാഹചര്യം ആയിരിക്കുക. അല്ല, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പലരോട് ചോദിക്കാറുണ്ട്. ചിലർക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ തയ്യാറല്ല. അങ്ങനെയൊക്കെയുള്ള കുറേ അതൃപ്തികളുണ്ട്. അപ്പോൾ ഞാൻ നേരിട്ട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തരികയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ വരും വരെയും ഏവർക്കും നന്ദി, നമസ്കാരം.